കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കാണിച്ച ബ്രഷ് തന്നെ പൂച്ചക്കുട്ടന്മാരിൽ ഉപയോഗിക്കാത്ത പൂച്ചക്കുട്ടന്മാരെ വെച്ചിട്ട് അത് ഗ്രൂം ചെയ്യുന്നതിൻ്റെ ASMR ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. ASMR വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇതുങ്ങളൊന്നും മര്യാദയ്ക്ക് ഇരിക്കണ്ടേ. മാത്രമല്ല ഈ ബ്രഷ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് അത്രയ്ക്ക് കോമ്പാറ്റബിൾ അല്ല. ഈ സാധനം പപ്പിക്കുട്ടനൊക്കെയാണ്. നിങ്ങൾ ആ ഗ്രൂം ചെയ്യുന്ന വീഡിയോ കണ്ടാലും എനിക്കറിയത്തില്ല. പപ്പിക്ക് നല്ലതാണ്, പക്ഷേ ഇവന്മാർക്ക് കുറച്ച് രോമമല്ലേ ഉള്ളൂ. ഇത് അത്രയും എഫക്റ്റീവായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവന്മാർക്ക് ഇതൊട്ട് വേണ്ടതാനും. ആകെപ്പാടെ ഈ സാധനം ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞമ്പാനോ കേട്ടോ. അവനെ വെച്ച് ASMR ഒന്നും ചെയ്യാനില്ല. അവനോട് അമർന്ന് കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി ഇട്ട് ഓർക്കുന്നുണ്ട്. നമ്മുടെ റൊളീനിയ സീഡ് വേണ്ടവർ സീഡെന്ന് കമൻറ്റ് ചെയ്താൽ സീഡ് അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തു. എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ട്. കവർ അയക്കേണ്ട രീതിയൊക്കെ ഞാൻ സ്റ്റോറിയിൽ ഇട്ടായിരുന്നു. കുറച്ച് പേര് അയച്ചു തന്നു. അതിൻ്റെ അകത്ത് എനിക്കൊരു സർപ്രൈസ് കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് വന്നിക്കുന്ന കവറുകളാണ് കേട്ടോ, നമ്മുടെ സീഡ് അയക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരാഴ്ചയായിട്ട് കവറുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ കവറിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം കയ്യിൽ തടഞ്ഞു. പേര് ഞാൻ കാണിക്കുന്നില്ല. ഇത് എഴുതിയ ആൾക്ക് പേര് അഡ്രസ്സ് അങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ അഡ്രസ്സിൽ ഡയറി മിൽക്ക് അടിച്ച് തന്നതിന് താങ്ക് യു. എന്നിട്ട് CD അഡ്രസ്സിൽ അയച്ചേക്കാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്നറിയോ, നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു കവറ് എൻ്റെ അഡ്രസ്സിൽ അയച്ചു തരണം. എന്നിട്ട് അതിൽ സ്റ്റാമ്പ് പൊട്ടിക്കണം. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. ആ കവറിനുള്ളിൽ സീഡ് ഇട്ട് എനിക്ക് തിരിച്ചയച്ചാൽ മതിയായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങളൊരു കവറിലാക്കി വേണമായിരുന്നു അയക്കാൻ. കണ്ടോ, ഇപ്പോൾ ഇതിൽ സ്റ്റാമ്പുണ്ട്, അയക്കാനുള്ള അഡ്രസ്സും ഉണ്ട്. മനസ്സിലായില്ലേ അമ്പാനെ? ഡയറി മിൽക്കിന് താങ്ക് യു. ഇങ്ങനെയൊക്കെ എല്ലാവരും കവർ അയക്കുകയാണെങ്കിൽ, കവറിൻ്റെ ഒപ്പം ഒരു ഡയറി മിൽക്കൊക്കെ അയക്കുകയാണെങ്കിൽ സന്തോഷം. റോളിനിയുടെ സീഡ് ഉടനെ തന്നെ കിട്ടിയ കവറിലോട്ടൊക്കെ നമ്മൾ തിരിച്ചയക്കുന്നതായിരിക്കും. ഗ്രൂമിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിലോട്ട് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, ചെറുക്കനങ്ങോട്ട് വികാരം കയറിയിട്ട് എൻ്റെ കൈ വിടുന്നില്ലായിരുന്നു. ഇതിൻ്റെ ASMR ഞാൻ എങ്ങനെ എടുക്കാനാ? ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ അച്ഛൻ്റെ നെഞ്ചത്ത്. അണ്ട് അവൻ്റെ വീടിൻ്റെ എന്തോ കുരുവക്കായൊക്കെ പറിച്ച് നിലത്തിട്ടേക്കുവാ. കണ്ടാ? അതൊക്കെ പോട്ടെ, പുറത്തോട്ട് നോക്കിയപ്പം കളാക്കളാക്കളിൽ ക്ലൂക്കളും പറഞ്ഞിരിക്കുന്ന കരികൽപ്പടനെ കണ്ടോ? അതിനെ പിടിക്കാനായിട്ട് പമ്മി ഇരുന്ന് ചമ്മ റെഡി ആയിട്ടിരിക്കുന്ന അമ്പാൻ. അവൻ എന്നെയും ക്യാമറയും കണ്ടത് സ്ഥലത്ത് നിന്ന് സ്കൂട്ടായി കേട്ടോ. നാട്ടുകാരുടെ മുമ്പ് നാണം കടാൻ ഇനി വയ്യാത്ര. അതുകൊണ്ട് പക്ഷിപിടുത്തം എൻ്റെ കൺമുന്നിൽ വെച്ച് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടപ്പൻ അഴിച്ചേട്ടാൻ പോകുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൊടുത്തിട്ട് ഇപ്പോൾ കൊണ്ട് കെട്ടുന്നു കേട്ടോ. അത് കൂട്ട് വെയിലല്ലേ, എന്നെ ചൂടാല്ലേ. അമ്പാനും കൂട്ടരും പൂത്തൂട്ടനൊക്കെ ആയി. നമ്മുടെ വീഡിയോകളിൽ കുറച്ചധികം കാലമായിട്ട് മിസ് ചെയ്തിട്ടിരിക്കുന്ന ഈ 3 കുരുത്തഘട്ടങ്ങൾ അവിടെ കാണിക്കണം. കുരുത്തഘട്ടമെന്ന് വിളിക്കാൻ പാടില്ലെന്നോ. ഈ കൂട്ടത്തിൽ നടക്കുന്നതിൻ്റെ അകത്ത് ആ മാറി നടക്കുന്ന മുതലിനെ ശ്രദ്ധിച്ചോ. വളഞ്ഞ വിത്ത എല്ലാത്തിനും കൂട്ടിക്കയറാൻ പറഞ്ഞു. എല്ലാവരും കൂട്ടിക്കയറി കൂടെ അടച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മതി, അവൾ കൂട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. ഏത് കൂട്ടി വാതിലും ഇവിടെ തുറക്കും കേട്ടോ. ഇവിടെ തുറക്കുക മാത്രമല്ല, കൂട്ടുകാരെ അഴിച്ചുവിടും ഞാൻ പിന്നെ കാണിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ അംഗം. വീണ്ടും കുറച്ച് കാഴ്ചകളായിട്ട് കാണാം. അതൊരു ചേട്ട സമാധാനമായിട്ടിരിക്കും. Goodbye.